നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. കൊട്ടാരക്കരയിൽ പോലീസുകാരും ട്രാൻസ്ജെൻഡേഴ്സും തമ്മിൽ ഏറ്റുമുട്ടിയ സംഭവം. അറസ്റ്റിലായ ട്രാൻസ്ജെൻഡേഴ്സ് റിമാൻഡിൽ. ട്രാൻസ്ജെൻഡേഴ്സ് നടത്തിയ SP ഓഫീസ് മാർച്ചിനിടയിലായിരുന്നു സംഘർഷം. സംസ്ഥാനത്തെ വാഹനങ്ങളിൽ ഇന്ധന ടാങ്കുകളിൽ കൃത്യതയില്ലെന്ന് പരാതി. വാഹനയുടമകളും പമ്പ് ജീവനക്കാരും തമ്മിലുള്ള നിരന്തര തർക്കം പതിവ്. ഇന്ധന ടാങ്കുകളിൽ കൃത്യത പാലിക്കുന്നുണ്ടെന്ന് വാഹനയുടമകൾ ഉറപ്പുവരുത്തണമെന്ന് പമ്പ് ഉടമകൾ. മേൽപ്പാല നിർമ്മാണം. അപകടക്കെണിയായി കരുനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷൻ റോഡ്. ഗതാഗതക്കുരുക്കും അപകടങ്ങളും പതിവ് കാഴ്ച. സ്കൂളുകൾ തുറന്നതോടെ തിരക്ക് അതിരൂക്ഷം. നിർമ്മാണം പൂർത്തീകരിച്ച അഞ്ചൽ തഴമേൽ ആയിരമലി ക്ഷേത്ര ട്രാൻസ്ഫോമർ റോഡ് തുറന്നു നൽകി. 17 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നവീകരിച്ചത്. വർഷങ്ങളായി തകർന്നു കിടന്ന റോഡാണ് നവീകരിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. കൊട്ടാരക്കരയിൽ പോലീസുകാരും ട്രാൻസ്ജെൻഡേഴ്സും തമ്മിൽ ഏറ്റുമുട്ടിയ സംഭവം. അറസ്റ്റിലായ ട്രാൻസ്ജെൻഡേഴ്സ് റിമാൻഡിൽ. ട്രാൻസ്ജെൻഡേഴ്സ് നടത്തിയ SP ഓഫീസ് മാർച്ചിനിടയിലാണ് സംഘർഷം നടന്നത്. മാർച്ചിനിടയിലൂടെ കടന്നുപോയ ബൈക്ക് യാത്രക്കാരനെ പ്രതിഷേധക്കാർ മർദ്ദിച്ചത് പോലീസ് തടഞ്ഞതാണ് സംഘർഷത്തിന് കാരണം. കൊട്ടാരക്കരയിൽ പോലീസുകാരെ ആക്രമിച്ച ട്രാൻസ്ജെൻഡേഴ്സ് റിമാൻഡിൽ. 20 പേരെയാണ് റിമാൻഡ് ചെയ്തത്. സംഭവത്തിനു ശേഷം 19 പേരെ കുന്നിക്കോട് പോലീസ് സ്റ്റേഷനിലും ഒരാളെ പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിലും എത്തിച്ചിരുന്നു. നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് 20 പേരെയും തിരുവനന്തപുരത്തെ പ്രത്യേക ജയിലിലേക്ക് മാറ്റിയത്. ഡ്യൂട്ടിക്കിടയിൽ പോലീസിനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുക എന്ന BNS 132 വകുപ്പുൾപ്പെടെ വിവിധ കുറ്റകൃത്യങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. 19 പേരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധന നടത്തി. ഇതിനിടെ പുനലൂർ പോലീസുമായി ട്രാൻസ്ജെൻഡേഴ്സ് ജില്ലാ ഘടകത്തിന്റെ നേതാക്കൾ തർക്കമുണ്ടായി. ആശുപത്രിയിൽ എത്തിച്ച് ഇവരെ പോലീസ് തടഞ്ഞെന്ന് ആരോപിച്ചായിരുന്നു വാക്കേറ്റം. ട്രാൻസ്ജെൻഡേഴ്സിന് മാത്രം ഹോസ്പിറ്റലിൽ കയറാൻ പറ്റില്ല. ആണിന്റെ പാന്റ് ധരിച്ച അടിയിലെ സാധനം ഇല്ല എന്നാണ് അർത്ഥം. എല്ലാം ഞങ്ങൾ മാന്യമായി സംസാരിച്ചത് കൊണ്ടാണ് അവരെല്ലാം ഞങ്ങളോട് കണ്ടോളാൻ ട്രാൻസ്ജെൻഡേഴ്സിനെതിരായ 4 വർഷം മുൻപുള്ള കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള SP ഓഫീസ് മാർച്ചാണ് ഇന്നലെ വൈകുന്നേരത്തോടെ സംഘർഷത്തിന് വഴിമാറിയത്. സംഘർഷത്തിൽ കൊട്ടാരക്കര CAയും വനിതാ CPOമാരും ഉൾപ്പെടെ 12 പോലീസുകാർക്കാണ് പരിക്കേറ്റത്. ട്രാൻസ്ജെൻഡേഴ്സിനും പരിക്കേറ്റു. സമരക്കാർക്കിടയിലേക്ക് ഇരുചക്ര വാഹനം കയറ്റാൻ ശ്രമിച്ചപ്പോഴാണ് തർക്കവും തുടർന്ന് സംഘർഷവും ഉണ്ടായത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കായംകുളം നഗരസഭയിൽ UDF BJP സഖ്യം ചേർന്നു കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാതെ തള്ളി. നഗരസഭയിൽ നിർമ്മിക്കുന്ന മൊബൈൽ ശുചിമുറി പ്ലാന്റിൽ അഴിമതി ആരോപിച്ചാണ് അവിശ്വാസം കൊണ്ടുവന്നത്. അവിശ്വാസം പരാജയപ്പെട്ടതോടെ LDF അംഗങ്ങൾ നഗരത്തിൽ പ്രകടനം നടത്തി. കായംകുളം നഗരസഭയിൽ UDF BJP സഖ്യം ചേർന്നു കൊണ്ടുവന്ന അവിശ്വാസമാണ് പരാജയപ്പെട്ടത്. ക്വാറം തികയാത്തതിനാൽ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാതെ തള്ളുകയായിരുന്നു. 23 അംഗങ്ങളാണ് ചർച്ചയിൽ പങ്കെടുക്കേണ്ടിയിരുന്നത്. എന്നാൽ 21 അംഗങ്ങൾ മാത്രമാണ് പങ്കെടുത്തത്. LDF അംഗങ്ങൾ പൂർണ്ണമായും വിട്ടുനിന്നു. ഇതാണ് അവിശ്വാസം ചർച്ചയ്ക്കെടുക്കാനാവാതെ തള്ളാൻ കാരണം. UDF BJP അംഗങ്ങൾ മാത്രമാണ് പങ്കെടുത്തത്. LDF അംഗങ്ങൾ വിട്ടുനിന്നാണ് ക്വാറം തികയാത്തതിന് കാരണമായത്. ഇതോടെ അവിശ്വാസം ചർച്ചയ്ക്കെടുക്കാതെ തള്ളുകയായിരുന്നു. കഴിഞ്ഞ 13-ാം തീയതി മുതൽ തുടങ്ങിയ സമരമാണ് ഇന്ന് UDFന്റെ ഇന്നുകൊണ്ട് പരിസമാപ്തി ആയിരിക്കുന്നത്. കഴിഞ്ഞ 13-ാം തീയതി മുതൽ കള്ളപ്രചരണങ്ങൾ നടത്തി, മൊബൈൽ FSTPയുമായി ബന്ധപ്പെട്ട് കള്ളപ്രചരണങ്ങൾ നടത്തി, അഴിമതികൾ ആരോപിച്ചുകൊണ്ട് അവർ വലിയ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെങ്ങനെങ്കിലും ഒരു സമാപ്തിയിൽ എത്തിക്കണമെന്നുള്ള ഒരു ആവശ്യം UDFന്റെ ഭാഗത്ത് നിന്നുണ്ടായി. ഇന്നൊരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന ആ സമരം ഇന്ന് തീർത്തു കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് നഗരസഭയിലെ ഈ വാർത്താ മാധ്യമങ്ങളിലൂടെ വരുന്ന LDF കൗൺസിലർമാർ പല തട്ടയിൽ ആണെന്നുള്ള ഒരു പ്രചരണം അഴിച്ചുവിട്ടിരിക്കുകയാണ്.
അത് ഒറ്റക്കെട്ടാണെന്നുള്ള 23 കൗൺസിലർമാരും ഒറ്റക്കെട്ടാണെന്നുള്ള രീതിയിലും അതുപോലെ തന്നെ UDFിൻ്റെയും BJPയുടെയും അവിശുദ്ധമായ കൂട്ടുകെട്ടും ഇന്ന് നഗരസഭയിൽ തെളിഞ്ഞിരിക്കുകയാണ്. ഈ പട്ടണത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട നമുക്ക് ആവശ്യമായ ഒരു കാര്യമാണ് നമ്മുടെ മൊബൈൽ FSTP. കക്കൂസ് മാലിന്യം നാം സംസ്കരിക്കുക എന്നുള്ളത് പട്ടണത്തിലെ പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണ്. നഗരസഭയിലെ മൊബൈൽ ശുചിമുറി പ്ലാന്റ് നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്നാരോപിച്ചാണ് LDFിനെതിരെ UDF BJP അംഗങ്ങൾ അവിശ്വാസം കൊണ്ടുവന്നത്. ഇതാണ് പരാജയപ്പെട്ടത്. ഇതേ തുടർന്ന് LDFിന്റെ നേതൃത്വത്തിൽ കായംകുളം ടൗണിൽ പ്രകടനം നടത്തി. CPM ഏരിയ സെക്രട്ടറി B. അബിൻ ഷാ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തെ അട്ടിമറിക്കുവാൻ UDFും BJPയും ചേർന്നുകൊണ്ട് ഒരു അവിശുദ്ധ മുന്നണിയുടെ കൂട്ടുകെട്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അവരുടെ ഐക്യം പ്രകടമാക്കുന്ന രൂപത്തിലാണ് ഇന്ന് കായംകുളം നഗരസഭയിൽ ഇവിടെ ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. ഈ അവിശ്വാസ പ്രമേയം നടക്കുമ്പോൾ BJPയും കോൺഗ്രസും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ നഗരസഭയിൽ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി ബഹളം വെക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നു നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. ആ തെരഞ്ഞെടുപ്പിൽ BJPയും കോൺഗ്രസും ഒന്നാണ് എന്ന് കാണിക്കുന്നതാണ് ഇന്ന് കായംകുളത്ത് നടന്നതിന്റെ ഉദാഹരണം. അതാണ് ഉത്തമമായി നമുക്ക് ബോധ്യപ്പെടുകയാണ് BJPയും കോൺഗ്രസും ഒന്നാണ് എന്ന്. എന്തിന്റെ പേരിലാണ് ഈ നഗരസഭയ്ക്കെതിരെ അവർക്ക് അവിശ്വാസം കൊണ്ടുവരാൻ കഴിയുക? കഴിഞ്ഞ 9.5 വർഷക്കാലം ഇടതുപക്ഷം ഇവിടെ ഭരിക്കുന്നു. കഴിഞ്ഞ 4.5 വർഷക്കാലമായി ശശികലയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ചെയർമാനായി ഇവിടെ ഭരണം നടത്തുകയാണ്. ഞങ്ങൾ ചോദിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. 1924 മുതൽ ഈ നഗരസഭ പ്രവർത്തനം നടത്തുന്നതാണ്. എത്രയോ പ്രഗത്ഭന്മാരായ ആളുകളാണ് ഇവിടെ നഗരസഭാ ചെയർമാൻമാരായി തീർന്നിട്ടുള്ളത്. ഈ ഘട്ടത്തിലെല്ലാം ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ് കായംകുളം നഗരസഭ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇടതുപക്ഷമല്ലാതെ മറ്റാരെന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പോ ഈ കായംകുളം ഗവൺമെന്റ് ആശുപത്രി 50 കോടി രൂപയിലധികം ചെലവഴിച്ച വലിയ കെട്ടിടങ്ങൾ പണിയുകയാണ്. നിങ്ങളുടെ കാലത്ത് എന്തായിരുന്നു കായംകുളം ഈ നഗരസഭയുടെ കീഴിലുള്ള ഈ ഗവൺമെന്റ് ആശുപത്രി? ചെയർപേഴ്സൺ P. ശശികല, വൈസ് ചെയർമാൻ J. ആദർശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാദേവി, LDF പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ഹരിലാൽ, കൗൺസിലർമാരായ അഖിൽകുമാർ, നാദർ ഷാ, റജി മാവിനാൽ, സുമി അജീർ, ബിനു അശോക്, ഷെമിമോൾ, അമ്പിളി ഹരികുമാർ, ഗംഗാദേവി, ഷീബ ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു. പിന്നെ ബിൽഡിംഗ് കപ്പാസിറ്റി ഫണ്ട് വന്നു. കൗൺസിലർമാർ അതുകൊണ്ട് തന്നെ LDFും BJPയും UDFും അതുകൊണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥരടക്കമാണ് ബാംഗ്ലൂർ പോയി ആ പ്ലാന്റ് കാണുകയും പ്ലാന്റ് കണ്ട് നമ്മൾ തിരിച്ചു വരികയും ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം പിന്നെ ഈ ഏപ്രിൽ മാസം 26-ാം തീയതി വൈകിട്ട് സംസ്ഥാനത്തുള്ള മുഴുവൻ ചെയർമാൻമാരുടെ ഒരു പഠനയാത്ര ഉണ്ടായിരുന്നു. അതും ബാംഗ്ലൂരായിരുന്നു. FSTP കാണുന്ന ഈ FSTP അല്ല അവിടുത്തെ പ്ലാന്റ് മാലിന്യ സംസ്കരണ പ്ലാന്റ് കാണുന്നതിന് വേണ്ടി. അതിന് ഞാൻ മറ്റുള്ള ചെയർമാൻമാരോടൊപ്പം പോയി. അവർ പറയുന്നത് എന്താ, ഞാൻ അതിന് പോയത് ഈ ഭൗമ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് പിന്നെ അവരുമായിട്ട് ചർച്ച ചെയ്യാനാണ്. എൻ്റെ ഒറ്റ ചോദ്യമുള്ളൂ, ഞാൻ ചർച്ച ചെയ്യുന്നതിന് എന്തിനാണ് ബാംഗ്ലൂർ പോകേണ്ടത്? കാരണം തിരുവനന്തപുരത്തെ കമ്പനിയാണ് ഈ ഭൗമ കമ്പനി എന്ന് പറയുന്നത്. ബാംഗ്ലൂർ പോകേണ്ട ഒരു കാര്യമില്ല. ഇവിടെ വിളിച്ചിരുത്തി ചർച്ച ചെയ്യുക, വീട്ടിൽ വിളിച്ചിരുത്തി ചർച്ച ചെയ്യുക, ഇവിടെയല്ലേ ഉണ്ട് സൗകര്യങ്ങൾ. ഇവിടെ ഒന്നും ചർച്ച ചെയ്യാതെ എന്തിനാണ് ഞാൻ ബാംഗ്ലൂർ പോകേണ്ടത്? പിന്നെ പറഞ്ഞ ഒരു ആരോപണം എന്ന് പറയുന്നത്, ഞാൻ ഇവിടുന്ന് 27 ലക്ഷം രൂപയുടെ ചെക്കുമായിട്ട് ബാംഗ്ലൂർ പോയി ഒരു ഇടനിലക്കാരൻ്റെ കയ്യിൽ കൊടുത്തു. അങ്ങനെ കൊടുക്കാൻ കഴിയുമോ? ഞാൻ ചോദിക്കും, 25 വർഷമൊക്കെ കൗൺസിലായിരുന്ന ഒരാളാണ്, അദ്ദേഹത്തിന് ഇങ്ങനെ പറയാൻ പറ്റുമോ? അദ്ദേഹം ഈ കൗൺസിലർ മാത്രമല്ല ചെയർമാനുമായിട്ടിരുന്ന ആളാണ്. അദ്ദേഹമാണ് പറയുന്നത് ഞാൻ കൊണ്ടു കൊടുത്തു എന്ന്. എങ്ങനെ കൊടുക്കാൻ കഴിയും? ന്യൂസ് ബ്യൂറോ, കായംകുളം. ഓട നിർമ്മാണം പൂർത്തിയായതോടെ ഓച്ചിറ മേമനത്തെക്ക് വാർഡിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം. സാമൂഹിക പ്രവർത്തകൻ മെഹർഖാൻ ചേനല്ലൂർ ഹൈവേക്ക് വിട്ടു നൽകിയ ഭൂമിയിലാണ് ഓട നിർമ്മിച്ചത്. വർഷങ്ങളായുള്ള നിരവധി വീടുകളുടെ ദുരിതത്തിനാണ് ഇതോടെ പരിഹാരമായത്. ഭൂമി വിട്ടു നൽകിയ മെഹർഖാൻ ചേനല്ലൂരിന് CR മഹേഷ് MLA യുടെ നേതൃത്വത്തിൽ ആദരവൊരുക്കി.
ഓച്ചിറ മേമനത്തക്ക് വാർഡിലെ നിരവധി വീടുകളിൽ വർഷങ്ങളായി അനുഭവിക്കുന്ന വെള്ളക്കെട്ടിനാണ് ഇതോടെ ശാശ്വത പരിഹാരമായത്. ഓട നിർമ്മിക്കാൻ ഹൈവേക്ക് സാമൂഹ്യ പ്രവർത്തകൻ മെഹർഖാൻ ചേന്നല്ലൂരാണ് സ്ഥലം വിട്ടു നൽകിയത്. CR മഹേഷ് MLAയുടെ നേതൃത്വത്തിൽ സാമൂഹ്യ പ്രവർത്തകൻ മെഹർഖാൻ ചേന്നല്ലൂരിനെ ആദരിച്ചു. ഒരു 10ഓളം കുടുംബങ്ങൾ പൂർണ്ണമായും വെള്ളക്കെട്ടിനകത്തായി. ഈ പ്രശ്നം പരിഹരിക്കാൻ പഞ്ചായത്ത് മെമ്പർ ഇടപെടുകയും പഞ്ചായത്ത് ഇടപെടുകയും ഞങ്ങൾ നാഷണൽ ഹൈവേ അതോറിറ്റിയായിട്ടൊക്കെ ബന്ധപ്പെടുകയും നിരവധി ചർച്ചകൾ നടത്തി അവർ വന്ന് സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. പക്ഷേ ഈ പ്രശ്നത്തിന് ഇപ്പോൾ പരിഹാരമായത് പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ മെഹർഖാൻ കാണിച്ച ഒരു വലിയ മനസ്സുകൊണ്ടാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഭൂമി വെള്ളം ഒഴുകാൻ ഇവിടെ നാഷണൽ ഹൈവേ അറിയാം, ഒരു മണ്ണിന് പോലും ലക്ഷങ്ങൾ വില വരുന്ന സ്ഥലമാണ്. അവിടെയാണ് ഇത്രയും സ്ഥലം നാട്ടുകാരുടെ പറമ്പിൽ നിന്നും വീടുകളിൽ നിന്നും വെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തത്. ഇത് മറ്റാരും ചെയ്യുന്ന ഒരു പ്രവർത്തനമല്ല. ആരും വഴി നടക്കാൻ പോലും ആരും അനുവദിക്കാത്ത ഈ കാലഘട്ടത്തിൽ ഇത്രയേറെ കുടുംബങ്ങളുടെ ഒരു പ്രശ്നം പരിഹരിക്കാൻ, ഒരു വലിയ വിഷയം, ഒരു വലിയ പ്രശ്നം പരിഹരിക്കാൻ അദ്ദേഹത്തിൻ്റെ മനസ്സുകൊണ്ട് സാധിച്ചു. ഇതുമാത്രമല്ല, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിലുമൊക്കെ മനസ്സ് കാണിക്കുന്ന ഈ ചേന്നല്ലൂർ പ്രസ്ഥാനത്തിനും അതിൻ്റെ MD ശ്രീ മെഹർഖാൻ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ കുടുംബാംഗങ്ങൾക്കും ഈ അവസരത്തിൽ അഭിവാദ്യം അർപ്പിക്കുന്നു. റോഡുകളിലെയും പരബ്രഹ്മ ആശുപത്രിക്ക് സമീപമുള്ള വീടുകളിലെയും പുറത്തേക്കിറങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള വെള്ളക്കെട്ടിനാണ് ഇതോടെ ശാശ്വത പരിഹാരമായത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗം ഗീതാകുമാരി, അയ്യാണിക്കൽ മജീദ്, BS വിനോദ്, KS പുരം സത്താർ, മുരളിപ്പിള്ള, അനൂപ് മഹേന്ദ്രൻ, കേശവ് പിള്ള, സത്താർ, അഞ്ജലി പ്രകാശ്, ദീപ രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. പൊന്നും വിലയുള്ള ഭൂമി മറ്റുള്ളവരുടെ ഏറ്റവും വലിയ വിഷമതകൾക്ക് അന്ത്യം കുറിക്കുവാൻ ഇത് ദാനം നൽകുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുമ്പ് പറഞ്ഞത് ഒരു ഗ്രഹപാഠമാണ്. എല്ലാവരും പഠിക്കേണ്ട ഒരു പാഠമാണ്. ഇത് പണം ഉണ്ടായതുകൊണ്ട് കാര്യം മാത്രമില്ല, പക്ഷേ അതിനനുസരിച്ച് വിനിയോഗിക്കുവാനും സഹജീവികളുടെ സ്നേഹവും അവരുടെ ദുഃഖങ്ങളും ഒക്കെ അകറ്റുവാനുമൊക്കെയുള്ള ഏറ്റവും വലിയ വിശാല മനസ്സ് കാണിച്ച ശ്രീ മെഹർഖാൻ ചേന്നല്ലൂരിന് ഓച്ചിറ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ എല്ലാവിധ ഭാവങ്ങളും. 10-15 വീടുകളോളം വെള്ളത്തിലായി. എങ്കിലും 2-3 വീടാണെങ്കിൽ കഞ്ഞിപോലും വെക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലായിരുന്നു. തന്നെ നമ്മൾ ഹൈവേക്കാരെ വിളിക്കുകയും എല്ലാം ചെയ്തു. അപ്പോൾ ആദ്യം അവർ കൊണ്ടുവന്നൊരു ചെറിയ ഓടയാണ് നമുക്ക് ഇട്ട് തന്നെ. അപ്പോൾ ആ ഓടയിൽ വെള്ളം പോകത്തില്ല. പിന്നെ നമുക്ക് ഈ വലിയ ഓട ഇടണമെങ്കിൽ തന്നെ വാട്ടർ അതോറിറ്റിയുടെ ഓടയ്ക്ക് മുകളിൽ കൊണ്ടുവച്ചിട്ട് പോകുന്ന ഒരു സംവിധാനം ഒരുക്കി. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. സംസ്ഥാനത്തെ വാഹനങ്ങളിൽ ഇന്ധന ടാങ്കുകളിൽ കൃത്യതയില്ലെന്ന് പരാതി. ഇത് വാഹനയുടമകളും പമ്പ് ജീവനക്കാരും തമ്മിലുള്ള നിരന്തര തർക്കത്തിനിടയാക്കുന്നു. ഇതോടെ പെട്രോൾ പമ്പുകളെയാണ് വാഹന ഉടമകൾ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. ഇന്ധന ടാങ്കുകളിൽ കൃത്യത പാലിക്കുന്നുണ്ടെന്ന് വാഹന ഉടമകൾ ഉറപ്പുവരുത്തണമെന്ന് ഓൾ കേരള പെട്രോളിയം ട്രേഡേഴ്സ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ് സഭ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് നിരത്തിലോടുന്ന വാഹനങ്ങളിൽ ഇന്ധന ടാങ്കുകളിൽ കൃത്യത പാലിക്കാത്തത് വാഹന ഉടമകളും പമ്പ് ജീവനക്കാരും തമ്മിലുള്ള നിരന്തര തർക്കത്തിന് ഇടയാക്കുന്നു. വാഹന നിർമ്മാതാക്കൾ പാർട്സുകൾ നിർമ്മിക്കുന്നതിന് മറ്റ് ഏജൻസികളെയാണ് ഏൽപ്പിക്കാറുള്ളത്. പലപ്പോഴും ഇന്ധന ടാങ്കുകളിൽ കൃത്യത പാലിക്കാറില്ല. ടാങ്കിൽ രേഖപ്പെടുത്തിയതിൽ നിന്ന് വ്യത്യസ്തമായി 5 മുതൽ 10 ലിറ്റർ വരെ ഇന്ധനം അധികമായി നിറച്ചാൽ മാത്രമേ ഫുൾ ടാങ്ക് ആകുകയുള്ളൂ. പെട്രോൾ പമ്പുകളെയാണ് വാഹന ഉടമകൾ പ്രതിക്കൂട്ടിൽ നിർത്താറുള്ളത്. ഇത് പമ്പ് ജീവനക്കാരുമായി തർക്കത്തിലും സംഘർഷത്തിലും കലാശിക്കാറുണ്ട്. നമുക്കാണെങ്കിൽ പെട്രോൾ പമ്പുകൾക്കാണെങ്കിൽ വർഷാവർഷം ലീഗൽ മെട്രോളജി വന്ന് കാലിബ്രേറ്റ് ചെയ്ത് അതിൻ്റെ അളവും കാര്യങ്ങളും കൃത്യമാക്കി സ്റ്റാമ്പ് ചെയ്ത് പോകുന്ന സംവിധാനമാണ്. ഇതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ തന്നിട്ട് പോകുന്ന സംവിധാനമുണ്ട്. പക്ഷേ വാഹനങ്ങളിലൊന്നും കാലിബ്രേഷൻ കറക്റ്റല്ല. ഇത് പലപ്പോഴും പമ്പുടമകളും ജീവനക്കാരും വരുന്ന ഉപഭോക്താക്കളും തർക്കത്തിനിടയാകും. അടുത്തിടയിൽ നമ്മൾ അറിയാം, പല വിഷയങ്ങളും ഇതിനെപ്പറ്റി ഉണ്ടായിട്ടുണ്ട്. അതിന് വാഹന നിർമ്മാതാക്കളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവരുടെ ടാങ്കുകളൊന്നും കാലിബ്രേറ്റഡ് അല്ല. പിന്നെ 50 പറയുന്നത് അറിയാൻ 50, 60, 55 കൊണ്ടേക്കാം എന്നൊക്കെയാണ് അവരുടെ വിശദീകരണം. എന്നിരുന്നാലും ഇത് ബോധ്യപ്പെടാത്തതും അല്ലെങ്കിൽ അറിയില്ലാത്തതുമായ ഉപഭോക്താക്കൾ നിരന്തരം പമ്പുകൾ തർക്കത്തിന് കാരണമാകും. ഇന്ധന ടാങ്കുകളിൽ കൃത്യത പാലിക്കുന്നുണ്ടെന്ന് വാഹന ഉടമകൾ ഉറപ്പുവരുത്തണമെന്ന് ഓൾ കേരള പെട്രോളിയം ട്രേഡേഴ്സ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ് സഭ ആവശ്യപ്പെട്ടു. എഞ്ചിൻ പോലെ ഒരു കമ്പനി, ചേസ് ഒരു കമ്പനി, മറ്റ് ഉൽപ്പന്നങ്ങൾ ഒരു കമ്പനി, അങ്ങനെ അസംബ്ലി ചെയ്യുന്നത് ഇപ്പോൾ ടൊയോട്ട എങ്കിൽ ടൊയോട്ട, മാരുതി എങ്കിൽ മാരുതി, അവരുടെ ലേബലിലാണ് ചെയ്യുന്നത്. ഇതിനൊന്നും ഒരു കൃത്യമായ കണക്കുകളോ രൂപരേഖകളോ ഒന്നുമില്ല. അതുമൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സംസ്ഥാനത്ത് പെട്രോൾ പമ്പ് ഉടമകൾ. അത് പലപ്പോഴും ഇത് തർക്കത്തിനിടയാകും, സംഘർഷത്തിൽ വരെത്തുന്ന കാര്യങ്ങളുണ്ടാകും. കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് പല പമ്പുകളിലും നിറച്ച ഇന്ധനം അളന്നു നോക്കുമ്പോൾ 50 കൊള്ളേണ്ട ടാങ്കിൽ 60 കൊള്ളുന്നതായി, 10 കൊള്ളേണ്ട ടാങ്കിൽ 15 കൊള്ളുന്നതായിട്ടൊക്കെ നമ്മൾ കസ്റ്റമറിനെ ബോധ്യപ്പെടുത്തുന്ന ഒരു വലിയ കാര്യ ഉത്തരവാദിത്തം കൂടി ഞങ്ങൾക്കുണ്ട്. ഈ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ടാങ്കുകൾ കൃത്യത ഉറപ്പുവരുത്തണമെന്നാണ് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സിൻ്റെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. അപകടക്കെണിയായി കരുനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷൻ റോഡ്.
മേൽപ്പാല നിർമ്മാണം നടക്കുന്നതിനാൽ റോഡിൽ ഗതാഗതക്കുരുക്കും അപകടങ്ങളും പതിവ് കാഴ്ചയാണ്. സ്കൂളുകൾ തുറന്നതോടെ തിരക്ക് അതിരൂക്ഷമായി. ഇതിലൂടെയുള്ള കാൽനട യാത്ര പോലും ദുസ്സഹമാണ്. മേൽപ്പാല നിർമ്മാണം നടക്കുന്ന കരുനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷനിലാണ് ഗതാഗതക്കുരുക്കും അപകടങ്ങളും പതിവാകുന്നത്. നഗരത്തിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള സ്ഥലമാണിത്. സ്കൂളുകൾ തുറന്നതോടെ തിരക്ക് അതിരൂക്ഷമായി. +1 ക്ലാസുകൾ തുടങ്ങിയതോടെ വിദ്യാർത്ഥികളുടെ എണ്ണവും വർദ്ധിച്ചു. 2 ഹയർ സെക്കൻഡറി സ്കൂളുകളും 1 ഹൈസ്കൂളും ഹൈസ്കൂൾ ജംഗ്ഷനിലാണുള്ളത്. കൂടാതെ UPG സ്കൂൾ, ടൗൺ LPS, വിവിധ സ്വകാര്യ സ്കൂളുകൾ, സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം തൊട്ടടുത്തായുണ്ട്. ദേശീയപാതയിലേക്ക് ഇരുവശത്തു നിന്നും പാതകൾ വന്നുചേരുന്ന സ്ഥലം കൂടിയാണിവിടം. അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെയും കാൽനട യാത്രികരുടെയും തിരക്ക് വളരെ കൂടുതലാണ്. എന്നാൽ ദേശീയപാതയും സർവീസ് റോഡുകളും ഓടകളും പൂർത്തിയാകാത്തതിനാൽ ഇതുവഴി കാൽനട യാത്ര പോലും ബുദ്ധിമുട്ടായി മാറി. കൊല്ലം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ഹൈസ്കൂൾ ജംഗ്ഷനിൽ വെച്ചാണ് സർവീസ് റോഡിലേക്ക് തിരിച്ചുവിടുന്നത്. ആലുംകടവ് റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്കുള്ള വാഹനങ്ങൾ ദേശീയപാതയിൽ പ്രവേശിക്കുന്നതും ഇവിടെയാണ്. ദേശീയപാതയിലൂടെ വടക്കു ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കൂടിയാകുന്നതോടെ ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്ക് ഒഴിയാത്ത സ്ഥിതിയാണ്. നമുക്ക് ഏറ്റവും ഉപയോഗം എന്ന് പറഞ്ഞാൽ ഈ സർവീസ് റോഡാണ്. അതിവർ ശരിയാക്കാതെ മനുഷ്യനെ കുത്തിക്കുക, ഇവിടെ ശരിയാക്കത്തില്ല, വെള്ളം കിഴക്കോട്ട് വിടാനെന്നും റോഡുകളെ പണി പറഞ്ഞെങ്കിൽ ഇതുവരെ അവർ ശാശ്വതമായിട്ട് പരിഹരിച്ചിട്ടില്ല. ഓരോ ദിവസവും അങ്ങും ഇങ്ങും ഓരോ പണികൾ നടത്തുന്നതല്ലാതെ ഈ റോഡ് പൂർണ്ണമാക്കി മനുഷ്യൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നത്. മേൽപ്പാല നിർമ്മാണം നടക്കുന്നതിനാൽ വളരെ കുറച്ചു ഭാഗത്തുകൂടി മാത്രമേ വാഹനങ്ങൾക്ക് പോകാനാകൂ. മേൽപ്പാലത്തിനായി എടുത്ത കുഴികളും അപകട ഭീഷണിയായി കിടക്കുന്നു. മഴ ശക്തമാകുന്നതോടെ മേൽപ്പാലം നിർമ്മിക്കുന്ന ഭാഗങ്ങൾ ചതുപ്പായി മാറി. ഇരുവശത്തും തകരഷീറ്റുകൾ കൊണ്ട് കെട്ടിമറച്ചിട്ടുണ്ടെങ്കിലും ഇതുവഴി ആളുകൾ മറുവശത്തേക്ക് പോകാറുണ്ട്. ചതുപ്പിലോ കുഴിയിലോ പെട്ടാൽ വലിയ അപകടമാകും ഉണ്ടാകുക. ഓടകളുടെ നിർമ്മാണം പൂർത്തിയാകാത്തത് കാരണം മഴവെള്ളം ഒഴുകിപ്പോകുന്നുമില്ല. സർവീസ് റോഡുകൾ വേഗത്തിൽ പൂർത്തീകരിച്ച് വാഹനങ്ങൾ അതുവഴി തിരിച്ചുവിട്ടാൽ ഗതാഗതക്കുരുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാനാകും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പുനലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ വായനാ പക്ഷാചരണം നടത്തി. അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് LP സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. PN പണിക്കർ അനുസ്മരണവും ഇതോടനുബന്ധിച്ച് നടത്തി. പുനലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ വായനാ പക്ഷാചരണം നടത്തി. PN പണിക്കർ അനുസ്മരണവും ഇതോടനുബന്ധിച്ച് നടന്നു. അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് LP സ്കൂളിൽ നടത്തിയ പരിപാടി ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം പ്രൊഫസർ P കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. പായസത്തിന് പ്രസിദ്ധമായ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയില് ഒരു ഓലഷെഡ് കെട്ടി അവിടെയും പ്രവർത്തനം ആരംഭിച്ചു. സ്കൂൾ വിട്ട് കഴിഞ്ഞ് രാത്രി 9 മണി വരെ ലൈബ്രറിയിൽ റാന്തൽ വിളക്കുമായിട്ടിരിക്കും. ആദ്യകാലങ്ങളിൽ ആളുകൾ തീരെ കുറവായിരുന്നു. അന്വേഷിച്ചപ്പോൾ ആളുകൾക്ക് വായിക്കാൻ അക്ഷരം അറിയാവുന്നവർ കുറവാണ്. പിന്നിറങ്ങി അക്ഷരം പഠിപ്പിക്കാൻ തുടങ്ങി. ലൈബ്രറിയിലേക്ക് ആളുകൾ വരാതായപ്പോൾ പുസ്തകവും ചുവന്നുകൊണ്ട് ഈ ചെറിയ മനുഷ്യൻ വീടുകളിലേക്ക് പോയി. സാഹിത്യപഞ്ചാനൻ VK നാരായണപിള്ളയുടെ പേരിൽ തുടങ്ങിയ ലൈബ്രറിയോട് വിരോധമുള്ളവര് ഇദ്ദേഹത്തിന്റെ മുഖത്തേക്ക് പുസ്തകം വലിച്ചെറിഞ്ഞു കൊടുത്ത അനുഭവം ഉണ്ടെന്നും പറയുന്നു. അതൊക്കെ അടുക്കിക്കെട്ടിപ്പോയി. പാവം വീണ്ടും ഇത് ആവർത്തിച്ചു. ആ ലൈബ്രറിക്ക് ഒരു വലിയ കെട്ടിടം പണിയാൻ നാടൊട്ടുക്ക് നടന്ന പണം പിരിച്ച് ലൈബ്രറി കെട്ടിടമാക്കി. 1945 തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപീകരിക്കാൻ അദ്ദേഹം മുൻകൈ എടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് പറയുന്നു. അത് ഏറ്റവും വിവാദമായ ഒരു കാര്യം കൂടിയാണ്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പ്രദീപ് കണ്ണങ്കോട് വിഷയാവതരണം നടത്തി. അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് HSS പ്രിൻസിപ്പൽ K അനസ് ബാബു സ്വാഗതം പറഞ്ഞു. പ്രഥമാധ്യാപിക S ഷീജ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി ശ്രീദേവി പ്രകാശ്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗങ്ങളായ N ഷാജി, രാമൻകുട്ടി, ബൈജു പൂക്കുട്ടി, PTA പ്രസിഡന്റ് സോജു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നിർമ്മാണം പൂർത്തീകരിച്ച അഞ്ചൽ തഴമേൽ ആയിരമലി ക്ഷേത്രം ട്രാൻസ്ഫോമർ റോഡിന്റെ ഉദ്ഘാടനം നടത്തി. 17 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നവീകരിച്ചത്. വർഷങ്ങളായി തകർന്നു കിടന്ന റോഡ് പുനർനിർമ്മിക്കണമെന്ന് നാട്ടുകാരുടെ ശക്തമായ ആവശ്യത്തെ തുടർന്നായിരുന്നു നവീകരണം. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് വട്ടമൺ വാർഡിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. 17 ലക്ഷം രൂപ നിർമ്മിച്ചാണ് റോഡ് നവീകരിച്ചത്. നവീകരണം പൂർത്തിയാക്കിയ അഞ്ചൽ തഴമേൽ ആയിരമല്ലി ക്ഷേത്രം ട്രാൻസ്ഫോമർ റോഡിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം അഖിൽ രാധാകൃഷ്ണൻ നിർവഹിച്ചു. ഈ റോഡ് നമുക്ക് വേണം എന്നുള്ള രീതിയിൽ പരിപാലിച്ച നമ്മുടെ
ഈ രണ്ട് സൈഡിൽ താമസിക്കുന്ന അംഗങ്ങളെ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. അതുകൂടാതെ തന്നെ നമ്മുടെ ഈ 3 സ്ഥലത്തും അടവ് വെച്ചതിന് ശേഷവും ഒരു നിർദ്ദേശവും പാലിക്കാതെ പോയ ആളുകളുമുണ്ട്. അവരെ നമ്മൾ വിസ്മരിച്ചുകൂടാ. നമ്മളെ ഒരു 10-17 ലക്ഷം രൂപ മുടക്കി ഒരു റോഡ് ചെയ്യുമ്പോൾ അത് നാട്ടുകാർക്ക് വേണ്ടിയാണെന്നുള്ളൊരു ബോധമില്ലാതെ അന്ന് തന്നെ നശിപ്പിച്ച ആളുകളെ അവരെ ഒന്ന് പരാമർശിക്കാതെ ഒന്നും ചെയ്യില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ചടങ്ങിൽ അന്ന് പരാമർശിക്കുന്നത്. വർഷങ്ങളായി തകർന്നു കിടന്ന റോഡ് പുനർനിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ ശക്തമായ ആവശ്യത്തെ തുടർന്നാണ് അഞ്ചൽ ഭരണസമിതി 17 ലക്ഷം രൂപ ചിലവഴിച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കുണ്ടറ പള്ളിമുക്ക് റെയിൽവേ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കൽ പ്രാഥമിക നടപടികൾ ആരംഭിച്ചു. PC വിഷ്ണുനാഥ് MLA ആണ് ഇക്കാര്യം അറിയിച്ചത്. റെയിൽവേയുടെ പുതുക്കിയ ജനറൽ അലൈൻമെന്റ് ഡ്രോയിംഗ് ലഭിച്ചതിനെ തുടർന്ന് ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള പ്രാഥമിക നടപടിയിലേക്ക് കടന്നു. കുണ്ടറ പള്ളിമുക്ക് റെയിൽവേ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കൽ പ്രാഥമിക നടപടികൾ ആരംഭിച്ചതായി PC വിഷ്ണുനാഥ് MLA അറിയിച്ചു. റെയിൽവേയുടെ പുതുക്കിയ ജനറൽ അലൈൻമെന്റ് ഡ്രോയിംഗ് ലഭിച്ചതിനെ തുടർന്ന് ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള പ്രാഥമിക നടപടികളിലേക്ക് കടന്നു. ഇതോടെ ഈ പ്രദേശത്തെ നാട്ടുകാരുടെ ചിരകാല അഭിലാഷമായ റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുകയാണ്. പദ്ധതിയുടെ എസ്റ്റിമേറ്റ് 2021 റേറ്റ് റിവിഷൻ പ്രകാരം റിവൈസ് ചെയ്ത് സാമ്പത്തിക അനുമതിക്കായി കിഫ്ബിക്ക് സമർപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരുന്നുവെന്നും ഭൂമി ഏറ്റെടുക്കലിന്റെ ഭാഗമായി റവന്യൂ വകുപ്പിൽ നിന്നും ഭരണാനുമതി ലഭിക്കുന്നതായുള്ള രേഖകൾ പൊതുമരാമത്ത് വകുപ്പ് വഴി സമർപ്പിച്ചിട്ടുണ്ടെന്നും MLA പറഞ്ഞു. അതോടൊപ്പം ഒരു ലാൻഡ് അക്വിസിഷൻ ഓഫീസറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കത്തുകൾ നൽകിയിട്ടുണ്ട്. നിയമിക്കുന്ന മുറയ്ക്ക് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കും. പദ്ധതിയുടെ അവസാന രൂപരേഖ RBDCക്ക് തയ്യാറാക്കി സമർപ്പിച്ചിട്ടുണ്ട്. ഒന്നിലധികം മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം ഏജൻസികളുടെ സാന്നിധ്യമുള്ളത് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് കത്ത് നൽകുമെന്നും MLA പറഞ്ഞു. 43.32 കോടി രൂപയുടേതാണ് പുതുക്കിയ എസ്റ്റിമേറ്റ്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. യാത്രക്കാരന് രക്ഷകരായി KSRTC ജീവനക്കാർ. യാത്രക്കിടെ അബോധാവസ്ഥയിലായ യാത്രക്കാരനാണ് KSRTC ജീവനക്കാർ രക്ഷകരായത്. പത്തനംതിട്ടയിൽ നിന്നും കൊല്ലത്തേക്ക് പോവുകയായിരുന്ന ബസ്സിൽ കഴിഞ്ഞ രാത്രിയാണ് യാത്രക്കാരൻ ബോധരഹിതനായത്. പത്തനംതിട്ട കൊല്ലം റൂട്ടിൽ സർവീസ് നടത്തുന്ന വേണാട് ബസ്സിലെ ഡ്രൈവർ പേരയം സ്വദേശി സാജു സാംസൺ, കണ്ടക്ടർ മൈലാപ്പൂർ സ്വദേശി ശരത് എന്നിവരുടെ അവസരോചിത ഇടപെടലിനെ തുടർന്നാണ് രോഗിക്ക് കൃത്യസമയത്ത് ചികിത്സ ലഭ്യമായത്. പത്തനംതിട്ടയിൽ നിന്നും കൊല്ലത്തേക്ക് പോവുകയായിരുന്ന RAC 867 നമ്പർ ബസ്സിൽ കഴിഞ്ഞ രാത്രി കാരാളിമുക്കിൽ വെച്ചായിരുന്നു സംഭവം. ചവറ തെക്കുംഭാഗം സ്വദേശിയായ പ്രമോദിന് അസ്വസ്ഥത ഉണ്ടായി പെട്ടെന്ന് അബോധാവസ്ഥയിലാകുകയായിരുന്നു. തുടർന്ന് സമയനഷ്ടമോ ട്രിപ്പ് മുടങ്ങുന്നതോ നോക്കാതെ 6 കിലോമീറ്റർ അകലെയുള്ള പടപ്പനാൽ ലോകരക്ഷകാശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇതിനിടയിലെ സ്റ്റോപ്പിൽ ഇറങ്ങാനുള്ള മറ്റ് യാത്രക്കാരും സഹകരിച്ചതോടെ പ്രമോദുമായി ഒട്ടും സമയം കളയാതെ നേരെ ബസ്സിൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഉടൻ തന്നെ ഡോക്ടർ പരിശോധിച്ച് അടിയന്തര ചികിത്സ നൽകി. ഇതിനിടെ ഇദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിൽ നിന്നും ബന്ധുക്കളെ വിവരം അറിയിച്ചു. വേറെ വണ്ടിക്കകത്ത് കയറിയതാ. അത് പിന്നെ ഇതായിരുന്നു വേനാട് ചവറല്ല കൊല്ലമായിരുന്നു. അതിനകത്ത് കയറി ഇവിടെ വന്നതാണ്. ഇവിടെ ഇറങ്ങാൻ പറ്റി ശേനകര വീട്ടിലെത്തിയപ്പോൾ ഭയങ്കരമായിട്ട് വേദന. അങ്ങനെ പെട്ടെന്ന് തലയിറക്കവും പെട്ടെന്നൊരു എന്തുവാണെന്ന് അറിയാൻ വയ്യ. പിന്നെ ബോധം ഒന്നുമില്ല. ഇവിടെ കൊണ്ടുവന്നു. യാത്രക്കാരൻ സുരക്ഷിതനാണെന്ന് അറിഞ്ഞ ശേഷമാണ് ബസ് കൊല്ലത്തേക്ക് പോയത്. 3/4 മണിക്കൂറോളം വൈകി രാത്രി 10ഓടെ ബസ് കൊല്ലത്തെത്തി. യാത്രക്കാരന്റെ ജീവൻ രക്ഷിക്കുക മാത്രമായിരുന്നു ആ സമയത്ത് ചിന്തയെന്ന് സാജു സാംസണും ശരത്തും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചവറ. മാതാവിനെ കയ്യേറ്റം ചെയ്തത് ചോദ്യം ചെയ്ത അയൽവാസിയെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച പ്രതി അറസ്റ്റിൽ. അഞ്ചൽ ഏറം കാരോട് ആതിരഭവനിൽ ഗോപകുമാറാണ് അറസ്റ്റിലായത്. ഇയാളെ റിമാൻഡ് ചെയ്തു. അഞ്ചലിൽ അമ്മയെ കയ്യേറ്റം ചെയ്തത് ചോദ്യം ചെയ്ത അയൽവാസിയെയാണ് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചത്. സംഭവത്തിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. അഞ്ചൽ ഏറം കാരോട് ആതിരാഭവനിൽ ഗോപകുമാറാണ് അറസ്റ്റിലായത്. ഗോപകുമാറിന്റെ അയൽവാസിയായ അജേഷ് എന്നയാളെയാണ് ആക്രമിച്ചത്. തലക്കടിച്ച് പരിക്കേൽപ്പിച്ചതിനും പട്ടികജാതി പീഡന നിരോധന വകുപ്പുകൾ ചേർത്തുമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കരുനാഗപ്പള്ളി തൊടിയൂർ ഗ്രാമപഞ്ചായത്തിലെ വലിയ തുറക്കടവ് ചേലക്കോട്ടുകുളങ്ങര റോഡ് നവീകരണത്തിന് തുക അനുവദിച്ചു. 20 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽ S. കല്ലേലി ഭാഗമാണ് ഇക്കാര്യം അറിയിച്ചത്.
വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് പ്രദേശവാസികൾ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. തകർന്ന് ഗർത്തങ്ങൾ രൂപപ്പെട്ട റോഡിൽ മഴ പെയ്തതോടെ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. കുഴികളിൽ വീണ് ഇരുചക്ര വാഹന യാത്രികർക്ക് പരിക്കു പറ്റുന്നതും നിത്യസംഭവമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് റോഡിന് തുക അനുവദിച്ചത്. പ്രദേശത്തെ ജനങ്ങളുടെ ഏക ആശ്രയമാണ് വലിയ തുറക്കടവ് ചേലക്കോട്ടുകുളങ്ങര റോഡ്. ഈ തറയിൽ ജംഗ്ഷൻ ഉൾപ്പെടുന്ന മേഖലയായ തൊടിയൂർ ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ്. കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ ഉൾപ്പെട്ടതാണ് മാലിമേ ഗ്രൗണ്ടിൽ നിന്നും തുടങ്ങി തറയിൽ ജംഗ്ഷനിൽ നിന്നും തെക്കോട്ട് പോയി വലിയതറ കടവ് വരെയുള്ള റോഡ്. ഈ റോഡ് സഞ്ചാര യോഗ്യമല്ലാതായി തീർന്നിട്ട് കുറേ നാളായി. നമുക്ക് ഗവൺമെൻറ്റിൽ നിന്നും ഫണ്ട് കിട്ടുന്നതിനുള്ള താമസം ചില സാഹചര്യങ്ങൾ ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തെ ബാധിച്ചിരുന്നു. എങ്കിൽ പോലും 2025-26 സാമ്പത്തിക വാർഷിക പദ്ധതിയിൽ ഈ റോഡ് ഉൾപ്പെടുത്തി 20 ലക്ഷം രൂപ കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്നാണ് ഈ റോഡിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി വകമാറ്റി വച്ചിട്ടുള്ളത്. പ്ലാൻ ഫണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഏതൊരു ജനപ്രതിനിധി ഉപയോഗിക്കുന്നത് പുതിയ കെട്ടിടങ്ങൾ, അതായത് അംഗനവാടിയോ സ്കൂൾ കെട്ടിടങ്ങളോ ആരോഗ്യ കേന്ദ്രങ്ങളോ ഒക്കെ നിർമ്മിക്കാനാണ്. എന്നാൽ ഇവിടുത്തെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് മോശകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ റോഡിലൂടെ ഓരോരുത്തരും യാത്ര ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പ്ലാൻ ഫണ്ടിൽ നിന്ന് തന്നെ ഇതിന് ഇപ്പോൾ 20 ലക്ഷം രൂപ നീക്കിവച്ചിട്ടുള്ളത്. 2 ഘട്ടമായിട്ട് തന്നെ ഈ പൊളിഞ്ഞു കിടക്കുന്ന ഭാഗം ഉൾപ്പെടെ ഇളക്കി പുതിയ നിലയിൽ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. കൊട്ടാരക്കരയിൽ പോലീസുകാരും ട്രാൻസ്ജെൻഡേഴ്സും തമ്മിൽ ഏറ്റുമുട്ടിയ സംഭവം. അറസ്റ്റിലായ ട്രാൻസ്ജെൻഡേഴ്സ് റിമാൻഡിൽ. ട്രാൻസ്ജെൻഡേഴ്സ് നടത്തിയ SP ഓഫീസ് മാർച്ചിനിടയിലായിരുന്നു സംഘർഷം. സംസ്ഥാനത്തെ വാഹനങ്ങളിൽ ഇന്ധന ടാങ്കുകളിൽ കൃത്യതയില്ലെന്ന് പരാതി. വാഹനയുടമകളും പമ്പ് ജീവനക്കാരും തമ്മിലുള്ള നിരന്തര തർക്കം പതിവ്. ഇന്ധന ടാങ്കുകളിൽ കൃത്യത പാലിക്കുന്നുണ്ടെന്ന് വാഹനയുടമകൾ ഉറപ്പുവരുത്തണമെന്ന് പമ്പ് ഉടമകൾ. മേൽപ്പാല നിർമ്മാണം അപകടക്കെണിയായി കരുനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷൻ റോഡ്. ഗതാഗതക്കുരുക്കും അപകടങ്ങളും പതിവ് കാഴ്ച. സ്കൂളുകൾ തുറന്നതോടെ തിരക്ക് അതിരൂക്ഷം. നിർമ്മാണം പൂർത്തീകരിച്ച അഞ്ചൽ തഴമേൽ ആയിരമലി ക്ഷേത്ര ട്രാൻസ്ഫോമർ റോഡ് തുറന്നു നൽകി. 17 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നവീകരിച്ചത്. വർഷങ്ങളായി തകർന്നു കിടന്ന റോഡാണ് നവീകരിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.